നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. പാട്ടും പാടി ഞങ്ങൾ അങ്ങ് ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞതാണ്. പിന്നീട് ഇങ്ങോട്ട് ഇതേ പല്ലവി തന്നെയായിരുന്നു CPM-ന്റെ പല നേതാക്കളും ഉയർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വോട്ട് ഇട്ട് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കേരളം എടുക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ കേരളം എടുക്കാൻ കുനിഞ്ഞപ്പോൾ നട്ടെല്ല് ഉളുക്കിയിരിക്കുകയാണ്. നടുവിന് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. നിവരാൻ കഴിഞ്ഞില്ല. കാരണം കേരളം LDF-നെ തൂത്തെറിയുന്ന ഒരു കാഴ്ചയാണ് ഈ തദ്ദേശ പോരിൽ നമ്മൾ കണ്ടത്. പലയിടത്തേക്കും, അതായത് ഈ LDF-ന്റെ ഭൂരിപക്ഷമുള്ള അവരുടെ കോട്ടകളിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് ചിലയിടങ്ങളിൽ ഈ LDF പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. NDA അവിടെയൊക്കെ കൃത്യമായി ഒരു ഗ്യാപ്പിലൂടെ ഊർന്നു കയറുന്നതും കേരളം കണ്ടിരിക്കുകയാണ്. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് വാഗ്വാദങ്ങളൊക്കെ നടന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങിരുന്നാൽ മതി, അധികാരം ജനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തരുമെന്ന്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചില വാർത്തകളിൽ പ്രതികരിച്ചിരുന്നു, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അധികാരം ഇപ്പോൾ കൊണ്ടു തരും, മേലോട്ട് നോക്കിയിരിക്കത്തതേ ഉള്ളൂ എന്ന്. എന്നാൽ അതല്ല. ജനങ്ങൾ UDF-നെ എടുത്തുയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തദ്ദേശ പോരിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സിലേക്കെല്ലാം അടുക്കുമ്പോഴും ആ ചിത്രം തന്നെയാണ് തെളിയുന്നത്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? UDF-ന്റെയോ കോൺഗ്രസിന്റെയോ കേമത്തം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അധികാരം കയ്യിലേക്ക് കിട്ടുന്നത്. മറിച്ച് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കാരണം. LDF-ന്റെ അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, അഹമ്മതിക്ക് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നു. അത് UDF-ന് ഗുണം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ പ്രതിപക്ഷം, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ച സമയം വരെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. LDF-നെതിരെ, ഇവിടുത്തെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളാണ് പ്രതിപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ പല ആവർത്തി പറഞ്ഞിരുന്നു. ഇത് ജനങ്ങൾ നിങ്ങളെ അധികാരത്തിൽ കൊണ്ടിരുത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്, അത് ഭരണവിരുദ്ധ വികാരമാണ്. അല്ലാതെ പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞ തള്ളുണ്ടല്ലോ, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന്, അതേ ഉള്ളൂ. പല ഈ അവസാന കാലത്തോടടുക്കുമ്പോൾ നിങ്ങൾ വലിയ വികസന ചാർട്ടുകളും ലിസ്റ്റുകളും ഒക്കെ പുറത്തേക്ക് വിട്ടിരുന്നല്ലോ, അതുപോലും ഗുണം ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന CPM-കാരുടെ അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ് ഇത്. ജനങ്ങളെ പുച്ഛിക്കുകയും അവരോട് ധാർഷ്ട്യം കാണിക്കുകയും ചെയ്തതിന് ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയായിട്ട് വേണം ഇതിനെ നിങ്ങൾ കാണാൻ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനലാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇത് മാത്രമല്ല, UDF-നും കോൺഗ്രസിനും ഒക്കെ വലിയ ഒരു വിജയം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയും ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന മറ്റു ചിലത് കൂടിയുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം. പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ ജയിച്ചിരിക്കുന്നത് BJP ആണ്. VD സതീശന് ഇതിലും വലിയ തിരിച്ചടി അവിടെ കിട്ടാനില്ല. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്ത് AKG സെന്റർ ഇരിക്കുന്ന കുന്നുകുഴി വാർഡിൽ CPM തോറ്റ് തൊപ്പിയിട്ടു. ഇനി NDA-ക്കും, അതായത് BJP-ക്കും നല്ല കൃത്യമായ അടി കിട്ടിയിട്ടുണ്ട്. പാലക്കാടും ഷൊർണൂരും ഒക്കെ അവർ കിതയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പന്തളം നഗരസഭയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിക്കാർക്കും കനത്ത തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ആത്മാഭിമാനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു തിരിച്ചറിവാണ്. ജനങ്ങളെ ഒരുപാട് അങ്ങിട്ട് ചവിട്ടി മെതിക്കാൻ വരരുത്. വന്നു കഴിഞ്ഞാൽ അവരുടെ ചൂണ്ടുവിരലിൽ നിങ്ങളുടെ ഭാവി ഉരുപ്പുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. ഇതെന്തായാലും ശബരിമലയിൽ നിന്നുൾപ്പെടെ LDF-ന് അടി കിട്ടി എന്നുള്ളത് ഈ ഒരു പോരിന്റെ ചിത്രം തെളിയുമ്പോൾ വ്യക്തമാകുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത, തലസ്ഥാന നഗരിയിൽ BJP അധികാരം പിടിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. 45 വർഷമായി CPM തങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ പോയിരിക്കുന്നു. ഇവിടെ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന, നവോത്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി CPM-കാർ കൊണ്ടു നിർത്തിയ ആര്യ രാജേന്ദ്രന്റെ ഒരൊറ്റ അഹങ്കാരം കൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാരണം ആര്യക്കെതിരെ CPM-ലെ നേതാക്കൾ പോലും എതിരായിരുന്നു. ഇവരുടെ അഹങ്കാരം ഇനിയും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന് പല CPM നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞതായിരുന്നു. എന്തിനേറെ അവരെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള മുറവിളി വരെ ഈ പാർട്ടിയിൽ നിന്ന് അതിശക്തമായി ഉയർന്നതാണ്.
എന്നാൽ ആര്യയെ മാറ്റുന്നത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാരണം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ആര്യയുടെ അഹങ്കാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഈ പറയുന്ന പാർട്ടിക്ക് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുത്ത ബന്ധം, പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള സുഹൃത്ത് ബന്ധം, അതുപോലെ തന്നെ റിയാസുമായുള്ള സൗഹൃദം, ഇതൊക്കെയായിരുന്നു ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ മേയർ കസേരയിൽ ചുറ്റിപ്പിടിച്ചിരുന്നത്. അതിൽ നിന്ന് ഇറങ്ങാതെ കടിച്ചു പിടിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ എത്ര ആവർത്തി ഈ തിരുവനന്തപുരത്തെ പാർട്ടി യോഗങ്ങളിൽ, CPM-ന്റെ പാർട്ടി യോഗങ്ങളിൽ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനങ്ങൾ വന്നതാണ്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ ആര്യയെ വീണ്ടും എടുത്ത് തലയിൽ പൊക്കി വെച്ചതിന്റെ ഒന്നാം തരം തിരിച്ചടി അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനും കിട്ടിയിട്ടുണ്ട് വലിയ തിരിച്ചടി. കോഴിക്കോട് കോർപ്പറേഷനിൽ റിയാസിന്റെ അടുപ്പക്കാരൻ ശിങ്കിടി മേയർ സ്ഥാനാർത്ഥി വരെ തോറ്റുപോയി. മുഹമ്മദ് റിയാസ് നേരിട്ട് പ്രചരണമൊക്കെ നടത്തിയതാണ്. എന്നിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല. അടപടലം താഴേക്ക് വീഴുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഒന്ന് ഓർത്തു നോക്കണം. ഈ CPM-ന് തിരിച്ചടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അടിത്തറ, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ പോലും വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ നേട്ടമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത്. 400-ന് മുകളിൽ പോയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അവരുടെ കരുത്ത്. CPM അവിടെയും താഴേക്ക് വീഴുന്നു. അടിത്തറയ്ക്ക് എന്തു പറ്റി CPM-ന്റെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അടിത്തറയും ഇളകിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഇതെല്ലാം ഭരണവിരുദ്ധ വികാരമാണ്. ഇനിയെങ്കിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയരുത്. പിണറായി വിജയനും കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ തദ്ദേശ പോരിലൂടെ കിട്ടിയിരിക്കുന്നത്. എന്തെല്ലാം അക്രമങ്ങളായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ആര്യ രാജേന്ദ്രൻ കാരണമാണ് വൈഷ്ണ ഇപ്പോൾ മുട്ടടയിൽ ജയിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം അവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വെട്ടുകയും അവരുടെ വോട്ട് ഇല്ലാതാക്കുകയും ചെയ്തു. അവസാനം വൈഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി വാളെടുത്തപ്പോഴാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അതുകൊണ്ടെന്താ, പുഷ്പം പോലെ മുട്ടടയിൽ വൈഷ്ണ ജയിച്ചു. ഒന്ന് ഓർത്തു നോക്കണം. LDF-ന്റെ സീറ്റാണ്, അവരുടെ കോട്ടയാണ്. അവിടെയാണ് ഒരു UDF, അതും ഇവർ തന്നെ എതിർത്ത ഒരു സ്ഥാനാർത്ഥി അതിശക്തമായി പോരാട്ടം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഭരണവിരുദ്ധ വികാരവും നിങ്ങളുടെ അഹങ്കാരത്തിനും ഇവിടെ ജനങ്ങൾ തന്ന മറുപടിയാണ്. കോൺഫിഡൻസ് ഒക്കെ വേണം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ, പക്ഷേ ഓവർ കോൺഫിഡൻസ് ആയി പോകരുത്. ജനങ്ങളെ വിലയിരുത്താനും അവരുടെ മനോനിലയെ ചോദ്യം ചെയ്യാനും അവരുടെ ക്ഷമ പരീക്ഷിക്കാനും നിൽക്കരുത്. നിന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടേണ്ടി വരും. ഒന്ന് ഓർത്തു നോക്കണം. ആലപ്പുഴയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എടുത്താൽ CPM-ന്റെ അധപ്പതനം എന്ന് വേണം പറയാൻ. ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 3-ാം സ്ഥാനത്തേക്ക് LDF പോയിരിക്കുകയാണ്. ആ ഗ്യാപ്പിലേക്ക് കയറാൻ പുഷ്പം പോലെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂരിലും മാവേലിക്കരയിലും ഒക്കെ കനത്ത തിരിച്ചടി LDF-ന് ഉണ്ടായിരിക്കുകയാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് അങ്ങ് വടക്കൻ കേരളത്തിൽ കണ്ണൂര് LDF-ന്റെ കോട്ടയാണ്, അവരുടെ സർവാധിപത്യമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇങ്ങ് തെക്കോട്ട് വന്നാൽ കൊല്ലവും ആലപ്പുഴയും ഒക്കെ. പക്ഷെ അവിടങ്ങളിലെല്ലാം കനത്ത തിരിച്ചടിയാണ് LDF-ന് കിട്ടിയത്. എന്നിട്ടും ഇവരുടെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണ്? ഭരണവിരുദ്ധ വികാരമില്ല. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇവരുടെ അഹങ്കാരമായിരുന്നു. അത് ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ജനങ്ങൾ അതൊക്കെ അങ്ങ് സഹിക്കും, വീണ്ടും ഞങ്ങളെ അങ്ങ് കൊണ്ടുവരും എന്നുള്ളത്. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ പോയാൽ ഇങ്ങനെയിരിക്കും. എന്തെല്ലാം ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു ഈ ഓരോ CPM-കാർക്കും ഉണ്ടായിരുന്നത്. ശബരിമലയിൽ പോലും വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ട് പോലും ഇവരുടെ ഒരു മുൻ MLA അകത്തായിട്ട് പോലും അയാളെ പോലും പുറത്താക്കാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരലിൽ മഷി പുരണ്ടപ്പോൾ LDF-ന്റെ, അതായത് ഈ പറയുന്ന CPM-ന്റെ മുഖത്താണ് അതിന്റെ കറ പറ്റിയിരിക്കുന്നത്. ആ കറ മായ്ക്കുക അത്ര എളുപ്പമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കിതയ്ക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. അതിനുള്ളിൽ എങ്ങനെ പോയ ഈ ഒരു ജനസമ്മതി നിങ്ങൾ തിരിച്ചു പിടിക്കും? ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ അത് പാടാണ്. അതിന്റെ തെളിവാണല്ലോ UDF-ഉം കോൺഗ്രസും ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും ജനങ്ങൾ അവർക്ക് കൊണ്ട് വോട്ട് കുത്തി കൊടുത്തത്.
എന്തായാലും തിരിച്ചറിവുണ്ടാകുന്നത് ഇനിയെങ്കിലും നല്ലതാണ്. രണ്ടാം തവണ അധികാരം കിട്ടിയപ്പോൾ പിണറായി സർക്കാരിനും അതുപോലെ തന്നെ CPM എന്ന പാർട്ടിക്കും അങ്ങ് ഭൂലോകം കീഴടക്കിയതിന്റെ ആവേശവും അഹങ്കാരവുമായിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.